ഇതാ ദിവ്യകാരുണ്യമായി അൽത്താരയിലേക്ക് ഈശോ എഴുന്നള്ളി വരുന്ന സമയമാണ്. സങ്കീർത്തകനോട് ചേർന്ന് ഹൃദയം കൊണ്ട് നമുക്കും പറയാം, കർത്താവേ, അങ്ങ് വസിക്കുന്ന ആലയവും അങ്ങയുടെ മഹത്വത്തിൻ്റെ ഇരിപ്പിടവും എനിക്ക് പ്രിയങ്കരമാണ്. ഇതാ കർത്താവ് ഈ അൽത്താരയിലേക്ക് ഇറങ്ങി വസിക്കാൻ പോകുന്ന നിമിഷം, നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവ് ഇറങ്ങി വരുന്ന നിമിഷം, പ്രാർത്ഥനയോടെ ഒത്തിരി സ്നേഹത്തോടെ ഹൃദയം കൊണ്ടും ജീവിതം കൊണ്ടും ഒക്കെ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ നമ്മുടെ മധ്യത്തിലേക്ക് ഈ നിമിഷം നമുക്ക് സ്വീകരിക്കാം. എൻ ജീവനെ കാളും നീ വലിയതാണെനിക്ക്. എൻ ജീവനെ കാളും നീ വലിയതാണെനിക്ക്. ആരാധന 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 ആരാധന. എൻ പ്രേമഗീതമാം എന്നേശുനാഥാ നീ. എൻ പ്രേമഗീതമാം എന്നേശുനാഥാ നീ. എൻ ജീവനെ കാളും നീ വലിയതാണെനിക്ക്. ഈശോയെ, എൻ ജീവനെ കാളും നീ വലിയതാണെനിക്ക്. ആരാധന 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 ആരാധന. ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. കരങ്ങൾ കൂപ്പി കണ്ണുകൾ തുറന്ന് ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി സ്നേഹത്തോടെ ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ കണ്ട് വിശ്വാസത്തോടെ നമുക്ക് ആരാധിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വളരെ ശാന്തമായി ഏതാനും നിമിഷങ്ങൾ ഈ ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ നമുക്കായിരിക്കാം. ഹൃദയത്തിൻ്റെ ശാന്തതയിൽ ദൈവത്തിൻ്റെ സ്വരം നമുക്ക് കേൾക്കാൻ പറ്റും. ഹൃദയത്തിൻ്റെ ശാന്തതയിലെ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ പറ്റും. മനസ്സും ഹൃദയമൊക്കെ വല്ലാതെ അങ്ങോട്ട് ഭാരപ്പെടുമ്പോൾ, അസ്വസ്ഥപ്പെടുമ്പോൾ ഒരിക്കലും ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ പറ്റില്ല. അതുകൊണ്ടാണല്ലോ വചനം പറയുന്നത്, ശാന്തമാകുക, ഞാൻ ദൈവമാണെന്ന് അറിയുക. മക്കളെ, എന്തെല്ലാം കാര്യങ്ങളെക്കുറിച്ചാണ് നിങ്ങളുടെ ഹൃദയം ഇത്രമാത്രം അങ്ങോട്ട് നീറുന്നത്, വേദനിക്കുന്നത്? എൻ്റെ ഹൃദയത്തെ ഒന്ന് ശാന്തമാക്കാൻ ഈശോയോട് പറ. എൻ്റെ മനസ്സിനെ ഒന്ന് സ്വസ്ഥമാക്കാൻ ഈശോയോട് പറ.
ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഇങ്ങനെയൊക്കെ ഉള്ളുകൊണ്ട് ആഗ്രഹിക്കുമ്പോഴും ഈ ആരാധന സമയത്ത് ഇതൊക്കെ മനസ്സിൽ വിചാരിക്കുമ്പോഴും പറ്റണില്ല അല്ലേ? ശാന്തമാകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റുന്നില്ലല്ലോ. ഒന്ന് സ്വസ്ഥമാകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റണില്ലല്ലോ. ശാന്തമായിട്ടൊന്ന് ഉറങ്ങാൻ പോലും നോക്കിയിട്ട് പറ്റാത്ത ജീവിതത്തിൻ്റെ അനുഭവമല്ലേ? എത്രയോ ദിവസങ്ങളായി, എത്രയോ രാത്രികൾ ഉറക്കമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നു. ഈശോയെ, ഈ മക്കളുടെ ഹൃദയത്തെ നീ ആശ്വസിപ്പിക്കണമേ. ഈ മക്കളുടെ മനസ്സിനെ, ചിന്തകളെ നീ ശാന്തമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആടിയുലഞ്ഞ തോണി നീ എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ച് ശാന്തമാക്കിയപ്പോൾ ആ തോണിയും ശാന്തമായില്ലേ? അപ്പസ്വലന്മാർ യാത്ര ചെയ്തുകൊണ്ടിരുന്ന ജീവിത നൗക വല്ലാതെ കണ്ടങ്ങോട്ട് ഉലഞ്ഞപ്പോൾ, അസ്വസ്ഥപ്പെട്ടപ്പോൾ, കൊടുങ്കാറ്റിൻ്റെ നടുവില് തകർന്നു പോകുന്ന അനുഭവത്തിലൂടെ കടന്നു പോയപ്പോൾ നീ എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിക്കുകയും ശാന്തമാക്കുകയും ചെയ്തില്ലേ? അങ്ങനെ ഒരു ശാന്തതയുണ്ടായെന്നാണല്ലോ വചനം പറയുന്നത്. കർത്താവേ, ഈ നിമിഷം നീ മക്കൾക്ക് വേണ്ടി എഴുന്നേൽക്കണമേ. ഇവിടെ കൊടുങ്കാറ്റിന്റെ അനുഭവങ്ങളിൽപ്പെട്ട് ആടിയുലയുന്ന ജീവിത നൗകയെ കർത്താവേ നീ ശാന്തമാക്കണമേ. നീ ശാന്തമാക്കണമേ കർത്താവേ. നീ പറയണമേ, ഈ മക്കളുടെ ജീവിതത്തെ നോക്കിയിട്ട് നീ ഒന്ന് പറയണമേ, ശാന്തമാകുക, അടങ്ങുക. കാറ്റിനെ നോക്കി, കടലിനെ നോക്കി നീ പറഞ്ഞപ്പോ, തിരമാലകളെ നോക്കി നീ അത് പറഞ്ഞപ്പോ കർത്താവേ അവിടെ ശാന്തതയുണ്ടായില്ലേ? ഈ മക്കളുടെ ജീവിതത്തെയും ജീവിത അനുഭവങ്ങളെയും നോക്കി കർത്താവേ നീ ഇപ്പോൾ പറയണമേ, ശാന്തമാകാൻ പറ. കർത്താവേ, ശാന്തമാകാൻ പറ. ഈശോയെ, ഞങ്ങൾ എത്ര ശ്രമിച്ചിട്ടും ഞങ്ങളുടെ മനസ്സിനെ, ഞങ്ങളുടെ ചിന്തകളെ, ഹൃദയത്തെ ഒന്നും ശാന്തമാക്കാൻ പറ്റണില്ല. എത്ര പരിശ്രമിച്ചിട്ടും ഞങ്ങൾക്ക് സ്വസ്ഥമായിട്ടൊന്നും മുന്നോട്ട് പോകാൻ പറ്റണില്ല. എല്ലാ ഇടങ്ങളിൽ നിന്നും പ്രശ്നങ്ങളാണ്, എല്ലാ ഭാഗത്തു നിന്നും മുറിപ്പെടുത്തുന്ന വാക്കുകളാണ്, എല്ലാവരിൽ നിന്നും ഇങ്ങനെ മനസ്സിനെ, ജീവിതത്തേക്ക് പിടിച്ചുലയ്ക്കുന്ന ദുരനുഭവങ്ങൾ മാത്രമാണ് തമ്പുരാനെ ഓരോ ദിവസവും ഞങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുന്നത്. എത്ര ശ്രമിച്ചിട്ടും ഞങ്ങളുടെ മനസ്സിനെ, ഹൃദയത്തേക്കൊന്ന് ശാന്തമാക്കാൻ പറ്റണില്ല. കർത്താവേ, നീ ശാന്തമാക്കിയാൽ മാത്രമേ ഞങ്ങളുടെ ഹൃദയത്തിന് ശാന്തതയുണ്ടാകൂ. എല്ലാ മക്കളും പ്രാർത്ഥിക്കുന്നു ശാന്തമാകാനായിട്ട്. തമ്പുരാന്റെ മുമ്പിൽ ഇരിക്കുന്ന ഈ നിമിഷങ്ങൾ വളരെ ശാന്തതയോടെ ദൈവത്തെ കേട്ട്, ദൈവത്തെ ശ്രവിച്ച് ഒക്കെ ഇരിക്കാൻ ഈ നിമിഷങ്ങളിൽ ദൈവം എന്നെ അനുവദിക്കണമേ എന്ന് പറ. നമുക്കൊത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, നമുക്കൊത്തിരി കാര്യങ്ങൾ പങ്കുവെക്കാനുണ്ടെങ്കിലും മക്കളെ, ഈ സാന്നിധ്യത്തിൽ ഇരിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായ നിമിഷങ്ങൾ. അതുകൊണ്ടാണല്ലോ സങ്കീർത്തകൻ 27-ാം അധ്യായത്തില് 4 മുതലുള്ള വചനങ്ങളില് സങ്കീർത്തകൻ ഇങ്ങനെയാണ് കർത്താവിനോട് അപേക്ഷിക്കുന്നത്. സങ്കീർത്തകനോട് ചേർന്ന് നമുക്കും ഇതൊരു യാചനയാക്കി മാറ്റിയാലോ, നമ്മുടെയും ഒരു അപേക്ഷയാക്കി സങ്കീർത്തകനോട് ചേർന്നൊന്ന് പ്രാർത്ഥിച്ചാലോ. സങ്കീർത്തകൻ പറയുകയാണ്, ഒരു കാര്യം ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുന്നു. കർത്താവേ, ഒരു കാര്യം ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു. എന്നതാ? ഒരു കാര്യം മാത്രം ഞാൻ നിന്നിൽ നിന്നും തേടുന്നു. എന്നതാണെന്ന് കൂട്ടിച്ചേർക്കുന്നുണ്ട്, കർത്താവിന്റെ മാധുര്യം ആസ്വദിക്കാനും അവിടുത്തെ ആലയത്തിൽ അവിടുത്തെ ഹിതം ആരായാനും വേണ്ടി ജീവിതകാലം മുഴുവനും അവിടുത്തെ ആലയത്തിൽ വസിക്കാൻ തന്നെ. ഒറ്റ കാര്യം മതി. എന്നതാ? എനിക്ക് എൻ്റെ ജീവിതകാലം മുഴുവനും നിന്റെ മാധുര്യം അനുഭവിച്ച് ഈ ആലയത്തിൽ എനിക്ക് വസിക്കണം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സാന്നിധ്യമുള്ളിടത്ത് എനിക്ക് വസിക്കണം. ദൈവ സാന്നിധ്യമുള്ളതുപോലെ എനിക്ക് വസിക്കണം. ഇതാ സങ്കീർത്തകൻ പറയുന്നത്. എനിക്കിത് മതി, എനിക്ക് അതിന് ഈ മാധുര്യം എനിക്ക് അനുഭവിക്കണം. കർത്താവേ, തേൻകട്ട പോലെ വചനം മധുരിക്കുന്നുവെന്നാണല്ലോ പ്രവാചകൻ പറഞ്ഞത്. കർത്താവേ, നിന്റെ സ്നേഹം മധുരിക്കുന്ന അനുഭവമായി ഞങ്ങളിലേക്ക് നീ തരണമേ. കർത്താവേ, നിന്റെ മാധുര്യം ആസ്വദിക്കുവാൻ ഈ നിമിഷങ്ങളിൽ നീ ഞങ്ങളെ അനുവദിക്കണമേ. നിന്റെ സ്നേഹത്തിന്റെ മാധുര്യം, നിന്റെ കാരുണ്യത്തിന്റെ മാധുര്യം, നിന്റെ ആ സാന്നിധ്യത്തിന്റെ മാധുര്യമൊക്കെ അനുഭവിക്കുവാൻ കർത്താവേ നീ ഞങ്ങളെ അനുവദിക്കണമേ. നിന്റെ വിശുദ്ധിയുടെ മാധുര്യം അനുഭവിക്കുവാൻ ഓ കർത്താവേ നീ ഞങ്ങളെ ശക്തരാക്കണമേ, അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ അഭിഷേകത്തിന്റെ മാധുര്യം അനുഭവിക്കുവാൻ ഓ കർത്താവേ നീ ഞങ്ങളെ അനുവദിക്കണമേ. ജീവിതത്തിന്റെ വേദനകളിലും സങ്കടങ്ങളിലും സംഘർഷങ്ങളിലും പെട്ട്
ഞങ്ങളുടെ ഹൃദയം വല്ലാതെ കണ്ടുലയുമ്പോ നീ ഞങ്ങളുടെ ഹൃദയങ്ങളെ ശാന്തമാക്കി നിന്റെ സ്നേഹത്തിന്റെ മാധുര്യം കൊണ്ട് ഈ നിമിഷങ്ങളിൽ കർത്താവേ നീ ഞങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ, ഞങ്ങളുടെ മനസ്സിനെ നിറയ്ക്കണമേ, ചിന്തകളെ നിറയ്ക്കണമേ, ആകുലതയുടെ വിഷയങ്ങളെ നിന്റെ സ്നേഹം കൊണ്ട് തലോടണമേ കർത്താവേ. നിന്റെ സ്നേഹം കൊണ്ട് ഇപ്പോൾ തലോടണമേ. ആ സ്നേഹത്തിന്റെ മാധുര്യം ഇപ്പോൾ ഞങ്ങൾക്ക് അനുഭവിക്കാൻ നീ ഇടവരുത്തണം. മക്കളെ ആഗ്രഹിക്കേ, ദാഹിച്ചു പ്രാർത്ഥിക്കുക. സങ്കീർത്തകന്റെ അപേക്ഷയാണ്, തമ്പുരാനെ എനിക്ക് നിന്റെ മാധുര്യം ആസ്വദിക്കാൻ പറ്റണം, നിന്റെ സാന്നിധ്യത്തിന്റെ മാധുര്യം ആസ്വദിക്കാൻ പറ്റണം. മക്കളെ, നമ്മൾ ഒത്തിരി സ്നേഹിക്കുന്നവരുടെ സാന്നിധ്യം അത് വലിയൊരു മാധുര്യമായിട്ട് നമ്മൾ അനുഭവിക്കുന്നില്ലേ? നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ സാന്നിധ്യം വലിയ സന്തോഷത്തിന്റെ ആനന്ദത്തിന്റെ കാരണമായി നമ്മൾ അനുഭവിക്കുന്നില്ലേ? ഇത് സങ്കീർത്തന്റെ ആഗ്രഹമാണ്, അപേക്ഷയാണ്. കർത്താവിന്റെ സാന്നിധ്യം എനിക്ക് ഒരു മാധുര്യമായ അനുഭവമാക്കി മാറ്റണമേ എന്ന്. കർത്താവേ, സങ്കീർത്തകനോട് ചേർന്ന് നിന്റെ സാന്നിധ്യത്തിലായിരിക്കുന്ന ഏതാനും നിമിഷങ്ങളിൽ മധുരമേറിയ അനുഭവങ്ങൾ ഞങ്ങൾക്ക് തരണമേ. നിന്റെ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ഒക്കെ മധുരമേറിയ അനുഭവങ്ങൾ കർത്താവേ ഞങ്ങൾക്ക് നീ തരണമേ എന്നെല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ. കരങ്ങൾ രണ്ടും ദൈവസന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിക്കാം. കർത്താവിന്റെ ഈ സ്നേഹത്തിന്റെ അനുഭവം, ഈ സ്നേഹത്തിന്റെ മാധുര്യം, ഈ കാരുണ്യത്തിന്റെ മാധുര്യം അനുഭവിക്കണ്ടേ മോനെ. ഇതാ കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക്, തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, തന്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാ നന്മയ്ക്കായി പരിണമിപ്പിക്കുന്ന കർത്താവ്, തന്നെ സ്നേഹിക്കുന്നവർക്ക് എത്രയോ അധികമായി തന്റെ കരുണ വർഷിക്കുന്ന കർത്താവ്, തന്റെ സ്നേഹം ചൊരിയുന്ന കർത്താവ് ഇതാ നിന്റെ ഹൃദയത്തിലേക്ക് കർത്താവിന്റെ സ്നേഹം ചൊരിയുന്നു. ഇതാ നിന്റെ ജീവിതത്തിന്റെ ഓരോ അനുഭവങ്ങളിലേക്കും കർത്താവ് തന്റെ കരുണയൊഴുക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ. സാഗരങ്ങളെ ശാന്തമാക്കിയ ശക്തനായവൻ കൂടെയുണ്ട്. സാഗരങ്ങളെ ശാന്തമാക്കിയ ശക്തനായവൻ കൂടെയുണ്ട്. മാറോട് ചേർത്ത് ഇന്നും എന്റെ കൂടെയുണ്ട് നാഥൻ. ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. ഇന്നും എന്റെ കൂടെയുണ്ട് നാഥൻ. ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. കർത്താവേ, നീ എന്റെ കൂടെയുണ്ട്, ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പൊ എന്റെ ചാരയുണ്ട്. മോനെ, നിന്റെ ചാര നിൽക്കുന്ന ഒരു കർത്താവ് ഈ അൾത്താരയിലുണ്ട്. പിന്നെ നീ എന്തിനാ ഭയപ്പെടുന്നത്? നിന്റെ ജീവിതത്തിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്ന കാറ്റും കോളും കണ്ട് നീ എന്തിനെത്ര ആകുലപ്പെടണം? കർത്താവ് എഴുന്നേറ്റിട്ട് അപ്പസ്വലന്മാരോട് ചോദിച്ചത് അങ്ങനെയല്ലേ, മക്കളെ നിങ്ങളുടെ വിശ്വാസം എവിടെ? ധൈര്യമായിരിക്കുവേൻ, ഭയപ്പെടരുതെന്ന്. ഇതാ അതേ കർത്താവ് ഈ അൾത്താരയിൽ നിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്ന സമയമാണ്. എന്തിനാ? നിന്റെ ജീവിതത്തിന്റെ മേൽ ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുന്ന കൊടുങ്കാറ്റുകളെ ശാസിക്കാൻ, ശാന്തമാക്കാൻ ഇതാ നിന്റെ കർത്താവ് നിന്റെ കൺമുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്ന സമയം. മക്കളെ, നമ്മുടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ എഴുന്നേറ്റ് നിന്നാൽ പിന്നെ ഒരു പ്രശ്നത്തിനും നമ്മുടെ ജീവിതത്തിന്റെ മേൽ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റില്ല. ജീവിക്കുന്ന കർത്താവ് നമ്മുടെ ജീവിതത്തിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നാൽ ഒരു പ്രശ്നങ്ങൾക്കും നമ്മുടെ ജീവിതത്തെ തകർക്കാൻ പറ്റില്ല. ഇതാ കർത്താവ് കരുണയോടെ നിന്റെ ജീവിതത്തിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്ന സമയം, നിന്റെ ജീവിതത്തിന്റെ കൊടുങ്കാറ്റുകളെ ശാന്തമാക്കുന്ന നിമിഷം. വിശ്വസിക്ക്, ഭയപ്പെടരുതെന്ന് കർത്താവ് പറയുന്നു. ശാന്തമാക്, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ടെന്ന് കർത്താവ് പറയുന്നു. ദാ ആ കൂടെയുള്ള കർത്താവ് അൾത്താരയിലുണ്ട്. നിന്റെ കയ്യെത്തും ദൂരത്തില്ലേ? മോനെ, നിന്റെ കരങ്ങള് ഈശോയിലേക്ക് ഒന്ന് ചേർത്ത് പിടിച്ച്, നിന്റെ വലതുകരം ഈ ദിവ്യകാരുണ്യത്തിലേക്ക് ഒന്ന് ചേർത്ത് പിടിച്ച്. ലോകത്തിന്റെ ഏത് കോണിലിരുന്നാണോ മോനെ നീ ആരാധനയിൽ പങ്കുചേരുന്നത്, നിന്റെ കരം കർത്താവിലേക്ക് ഒന്ന് നീട്ടിപ്പിടിച്ചിട്ട് പറ, ഈശോയെ നിന്റെ സ്നേഹത്തിന്റെ ഒരു സ്പർശനം എനിക്ക് തരാൻ പറ. ആ സ്നേഹത്തിന്റെ മാധുര്യം എനിക്കും അനുഭവിക്കണം. കർത്താവേ, നിന്റെ അത്ഭുതകരമായ ദൈവശക്തി ഇപ്പോൾ എന്നിലേക്ക് ഒഴുകിയിറങ്ങട്ടെ. നിന്റെ കരങ്ങളിലൂടെ ദൈവത്തിന്റെ ശക്തി ഇറങ്ങട്ടെ. നിന്റെ കരങ്ങളിലൂടെ ദൈവത്തിന്റെ കൃപയൊഴുകട്ടെ. നിന്റെ കരങ്ങളിലൂടെ ദൈവത്തിന്റെ കരുണ നിന്നിലേക്ക് മാത്രമല്ല നിന്റെ കുടുംബത്തിലേക്കും ഇപ്പോൾ ഒഴുകിയിറങ്ങട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
ഈശോയെ ആരാധന, 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 ആരാധന. ജീവിതത്തിൽ ഒരു നാളും സംഭ്രമിക്കില്ല. ആമേൻ. കർത്താവാണ് എൻ്റെ ദൈവം. യെസ് ലോർഡ്. ജീവിതത്തിൽ ഒരു നാളും സംഭ്രമിക്കില്ല. കർത്താവാണ് എൻ്റെ ദൈവം. അവൻ എന്നെ സഹായിക്കും, ശക്തനാക്കും, വലം കൈയാൽ താങ്ങി നിർത്തും. അവൻ എന്നെ സഹായിക്കും, ശക്തനാക്കും, വലം കൈയാൽ താങ്ങി നിർത്തും. ഇന്നും എൻ്റെ കൂടെയുണ്ട്, കൂടെയുണ്ട് നാഥൻ. ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. ഇന്നും എൻ്റെ കൂടെയുണ്ട്, കൂടെയുണ്ട് നാഥൻ. ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. സാഗരങ്ങളെ ശാന്തമാക്കിയ ശക്തനായവൻ കൂടെയുണ്ട്. സാഗരങ്ങളെ ശാന്തമാക്കിയ ശക്തനായവൻ കൂടെയുണ്ട്. ഇന്നും എൻ്റെ കൂടെയുണ്ട്, കൂടെയുണ്ട് നാഥൻ. ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. കരങ്ങൾ കൂപ്പിപ്പിടിച്ച് വളരെ ശാന്തമായി കർത്താവിനെ നോക്കിക്കേ. നിന്റെ ഉള്ളിൽ ഒത്തിരി വേദനകളില്ലേ മോളെ, മോനെ? ഒരു തിരസ്കരിക്കപ്പെട്ടതിന്റെ ഓർമ്മകൾ നിന്റെ മനസ്സിലേക്ക് വരുന്നില്ലേ? എല്ലാവരും ഉണ്ടെങ്കിലും ആരുമില്ലാത്ത അനുഭവത്തിലൂടെയല്ലേ നീ കടന്നു പോകുന്നത്? ചെറിയ കാര്യങ്ങൾ പോലും വല്ലാതെ കണ്ട് നിന്നെ ഭാരപ്പെടുത്തുന്നില്ലേ? പല വിഷയങ്ങളെക്കുറിച്ചും വർഷങ്ങളും മാസങ്ങളും കണ്ണുനീരോടെ പ്രാർത്ഥിച്ചിട്ടും ഒരു ഉത്തരം കിട്ടാത്തതിന്റെ വലിയ സങ്കടം നിന്റെ ഉള്ളിലില്ലേ? ദൈവം എന്നെ പരിത്യജിച്ചോ, ദൈവം എന്നെ തള്ളിക്കളഞ്ഞോ എന്ന് പോലും മോളെ, മോനെ നീ ചോദിക്കുന്നില്ലേ? സമാനമായ അനുഭവത്തിലൂടെ സങ്കീർത്തകൻ കടന്നുപോയതാണ്. അപ്പൊ സങ്കീർത്തകൻ ഉരുവിട്ട വാക്കുകളൊന്ന് കേട്ടെ. ഒരുപക്ഷെ നമ്മൾ പുറമേ പറയുന്നില്ലെന്നേ ഉള്ളൂ, ഉള്ളുകൊണ്ട് നമ്മളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സമാനമായ കാര്യങ്ങൾ തന്നെയല്ലേ? ഈ ആരാധനയിൽ പങ്കെടുക്കുമ്പോ ഉച്ചത്തിലൊന്നും പറയുന്നില്ലേലും ഇങ്ങനെ ഹൃദയത്തിൽ നമ്മൾ ആകുലതയോടെ വിളിച്ചു പറയുന്ന വിഷയങ്ങളും ഈ സങ്കീർത്തകൻ പറയുന്നത് തന്നെയല്ലേ? സങ്കീർത്തകൻ പറയാണ്, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്തുകൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ചു? സങ്കീർത്തകൻ ചോദിക്കുകയാണ്, ദൈവമേ, എന്തുകൊണ്ടാണ് നീ എന്നെ ഉപേക്ഷിച്ചത്? ഗെത്സമൻ തോട്ടത്തിൽ, കാൽവരിയുടെ നെറുകയിലൊക്കെ ഇതാ കർത്താവിന്റെ അധരങ്ങളിൽ നിന്നും വന്നതും ഇത് തന്നെയല്ലേ? ഈ സങ്കീർത്തകനുമാണ് കർത്താവ് ഉരുവിട്ട് പ്രാർത്ഥിച്ചത്. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു? കണ്ടോ ഈശോയെ, അത്രമാത്രം മുറിക്കപ്പെട്ട തകർക്കപ്പെട്ട അനുഭവത്തിലൂടെ നീ കടന്നുപോയില്ലേ? എല്ലാവരാലും തിരസ്കരിക്കപ്പെട്ടതിന്റെ വേദന പേറിയല്ലേ ഈശോയെ അങ്ങ് കടന്നുപോയത്? ഇതാ സങ്കീർത്തകൻ കൂട്ടിച്ചേർക്കുന്നു, എന്നെ സഹായിക്കാതെയും എന്റെ രോദനം കേൾക്കാതെയും അകന്നു നിൽക്കുന്നത് എന്തുകൊണ്ട്? എന്റെ ദൈവമേ, നീ എന്തുകൊണ്ട് എന്റെ വേദന കേൾക്കുന്നില്ലെന്ന്? ദൈവമേ, നീ എന്തുകൊണ്ട് എന്റെ കണ്ണുനീര് കാണുന്നില്ലെന്ന്? ദൈവമേ, എന്തുകൊണ്ട് എന്റെ സങ്കടം നീ കേൾക്കുന്നില്ലെന്ന് സങ്കീർത്തകൻ പറയുകയാണ്. ഇത് തന്നെയല്ലേ നമ്മുടെയും വേദന? ഇത് തന്നെയല്ലേ നമ്മൾ പറഞ്ഞു കൊടുക്കുക, എന്തുകൊണ്ടാ ദൈവമേ നീ എന്നിൽ നിന്ന് അകന്നു നിൽക്കുന്നത്? എന്തുകൊണ്ട് എന്റെ വേദന മാത്രം നീ കേൾക്കാത്തത്? ഈശോ, എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ മാത്രം നീ ഇടപെടാത്തത്? എന്തുകൊണ്ടാ ദൈവമേ എന്റെ കുടുംബം മാത്രം ഇങ്ങനെയായത്? എന്തുകൊണ്ടാ ദൈവമേ എന്റെ സ്വപ്നങ്ങൾ മാത്രം തകർന്നു പോയത് എന്ന് നീ ഉള്ളുകൊണ്ട് വിലപിക്കുന്നില്ലേ മോളെ, മോനെ? നിന്റെ വിലാപ സ്വരം ഇതാ കർത്താവ് കേൾക്കുന്ന സമയമാണ്. നിന്റെ ഹൃദയത്തിന്റെ വേദനകള് കർത്താവ് കാണുന്ന സമയമാണ്. സങ്കീർത്തകൻ പറഞ്ഞു, എന്റെ ദൈവമേ, പകൽ മുഴുവൻ ഞാൻ അങ്ങയെ വിളിക്കുന്നു, അങ്ങ് കേൾക്കുന്നില്ല. രാത്രിയിലും വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് ആശ്വാസം ലഭിക്കുന്നില്ല. രാത്രി മാത്രമല്ല, രാവും പകലും ദൈവമേ ഞാൻ നിന്നെ വിളിച്ചിട്ട് എനിക്ക് ഒരാശ്വാസം കിട്ടുന്നില്ലല്ലോ.
നീ എന്റെ കരച്ചിലും എന്റെ കണ്ണുനീരും കാണുന്നില്ലല്ലോ എന്ന്. ദൈവമേ, ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന അനേകം മക്കളുടെ വേദന ഇത് തന്നെയാണ്. ഞങ്ങളുടെയൊക്കെ സങ്കടവും ഒരു പരിധി വരെ ഇത് തന്നെയാണ്. ദൈവമേ, നീ ഞങ്ങളെ മനസ്സിലാക്കുന്നില്ലല്ലോ, നീ പോലും ഞങ്ങളെ കൈവിട്ടോ എന്നുള്ളൊരു വേദന, നീ പോലും ഞങ്ങളെ തള്ളിക്കളഞ്ഞോ എന്നുള്ള വേദന. അപ്പന് ഞങ്ങളെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല, അമ്മയ്ക്ക് ഞങ്ങളെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല, ജീവിത പങ്കാളിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, മക്കൾക്ക് ഞങ്ങളെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇതിന്റെ വേദനയുടെ നടുവിലും ദൈവമേ, നീ പോലും ഞങ്ങളെ മനസ്സിലാക്കാത്ത അനുഭവം വരുമ്പോ, നീ പോലും ഞങ്ങളെ തള്ളിക്കളയുന്ന അനുഭവം വരുമ്പോ, നീ പോലും ഞങ്ങളെ ഉപേക്ഷിച്ചോ എന്നുള്ളൊരു തോന്നല് ഞങ്ങളുടെ മനസ്സിൽ വരുമ്പോ, ഈശോയെ, ഞങ്ങൾ കടന്നു പോകുന്ന വേദനയുണ്ടല്ലോ, ഞങ്ങൾ അനുഭവിക്കുന്ന സങ്കടമുണ്ടല്ലോ, അത് ആരോട് പറയാൻ? ആരും കേൾക്കാനില്ലാത്ത ഈ അനുഭവത്തിന്റെ നടുവിൽ ദൈവമേ, നിന്റെ നിശബ്ദ സാന്നിധ്യം ഞങ്ങളുടെ കൂടെയുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പാ, എന്റെ ഇഷ്ടമല്ല നിന്റെ തിരുവിഷ്ടം നിറവേറട്ടെ എന്ന് ഈശോ പ്രാർത്ഥിച്ചില്ലേ? അപ്പന്റെ സാന്നിധ്യം, നിശബ്ദമായ അപ്പന്റെ സാന്നിധ്യം കൂടെയുണ്ടെന്ന് ഈശോ വിശ്വസിച്ചേറ്റു പറഞ്ഞില്ലേ? അപ്പാ, എന്റെ ഇഷ്ടമല്ല നിന്റെ തിരുവിഷ്ടം നിറവേറട്ടെ എന്ന്. ഈശോയെ, അങ്ങനെ പ്രാർത്ഥിക്കുവാൻ, ഈശോയെ നീ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് ഇപ്പോൾ ബലം തരണമേ, ശക്തി തരണമേ. ഈ ദിവസത്തിന്റെ, ഈ കഴിഞ്ഞ നാളുകളുടെ, വരും നാളുകളുടെ അനുഭവങ്ങളുടെ ഒക്കെ നടുവിലും, തകർക്കപ്പെടുന്ന ജീവിതത്തിന്റെ അനുഭവങ്ങളിലും, ഉത്തരം കിട്ടാത്ത ജീവിതത്തിന്റെ പ്രതിസന്ധികളിലും, വല്ലാതെ കണ്ട് തകർന്നു പോകുന്ന ജീവിതത്തിന്റെ അനുഭവങ്ങളിലും, അപ്പാ, എന്റെ ഇഷ്ടമല്ല നിന്റെ തിരുവിഷ്ടം നിറവേറട്ടെ എന്ന് ചങ്കുപൊട്ടി പറയാൻ, പിടയുന്ന വേദനയോടെ പറയുവാൻ ദൈവമേ, നീ ഞങ്ങളെ അനുവദിക്കണമേ, ശക്തിപ്പെടുത്തണമേ, ഫലം തരണമേ. ഈ സാന്നിധ്യം ഞങ്ങൾക്ക് ശക്തിയായിട്ട് മാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഒരിക്കൽ കൂടി കർത്താവിന്റെ സന്നിധിയിലേക്ക് നീട്ടിപ്പിടിച്ച് പ്രാർത്ഥിക്കുക. കർത്താവിന്റെ ഒരു സാന്നിധ്യം നമ്മളിൽ ശക്തിയായിട്ട് പകരപ്പെടാൻ ദൈവത്തിന്റെ ശക്തി നമ്മളിലേക്ക് കടന്നു വരട്ടെ. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളിൽ നിറയട്ടെ. ദൈവശക്തി കൊണ്ട് നമ്മൾ നിറയട്ടെ. നമ്മുടെ കുടുംബാംഗങ്ങളൊക്കെ ദൈവശക്തി കൊണ്ട് നിറയട്ടെ. അപ്പാ, എന്റെ ഇഷ്ടമല്ല നിന്റെ തിരുവിഷ്ടം എല്ലാ ജീവിതത്തിന്റെ അനുഭവങ്ങളിലും നിറവേറട്ടെ എന്ന് പറയാനുള്ള ഒരു കരുത്ത് ഇപ്പോൾ ഈശോയെ ഞങ്ങൾക്ക് തരണമേ, തരണമേ, തരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, ആരാധന, ആരാധന, ആരാധന. കരുണാമയനേ, കരുണാമയനേ, അടിയനീ പൊടിയാണെന്നോർത്തിടണമേ. അലറുന്നീ ആഴിയില്ലൻ പ്രാണനെ, അണയാതെ എന്നും നീ കാത്തിടണമേ. കരുണാമയനേ, കരുണാമയനേ, അടിയനീ പൊടിയാണെന്നോർത്തിടണമേ. അലറുന്നീ ആഴിയില്ലൻ പ്രാണനെ, അണയാതെ എന്നും നീ കാത്തിടണമേ. നിന്ദയെന്നും ജീവനാണേ, നിൻ ഭയമെല്ലാം മാഞ്ഞു പോയി. നീ അടിച്ചാലും ആർദ്രമാണേ യേശുവേ. കരുണാമയനേ, യേശുവേ, കരുണാമയനേ, 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 യേശുവേ, നീ എൻ്റെ ഉപനിധിയേ. എന്നെ അനന്യനായി കാത്തിടുന്ന നിൻ സ്നേഹമൊരു ദിവ്യജ്വാലയാടേ. നിന്നെ അനുഗമിച്ച ഞാൻ മരിച്ചാലും ജീവിക്കുമേ. മരണത്തെ ജയിച്ചവനേ യേശുവേ. കരുണാമയനേ, യേശുവേ,
മക്കളും ഇപ്പോൾ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തുന്നു. മക്കളെ, ഹൃദയം കൊണ്ട് വിശ്വസിക്കേ, ലോകം നിന്നെ ഉപേക്ഷിച്ചാലും നിന്നെ ഉപേക്ഷിക്കാത്തൊരു കർത്താവുണ്ട്. ആരൊക്കെ നിന്നെ വേണ്ടെന്ന് പറഞ്ഞാലും നീ എനിക്ക് വിലപ്പെട്ടവനാണ്, പ്രിയപ്പെട്ടവനാണെന്ന് പറയുന്ന ഒരു ദൈവമുണ്ട്. നിനക്ക് വേണ്ടി കാൽവരി കുരിശോളം സഹിച്ചൊരു ദൈവം, നിനക്ക് വേണ്ടി 3 ആണികളിൽ പിടഞ്ഞു മരിച്ച കർത്താവ്, ആ കർത്താവ് എന്നും കൂടെയുണ്ട്. ഇതാ കർത്താവ് നിന്നെ ആശീർവദിക്കുന്ന സമയമാണ്. ആ കർത്താവ് നിന്നെ ആശീർവദിച്ച് നിന്റെ കുടുംബത്തെയൊക്കെ വിശുദ്ധീകരിക്കുന്ന സമയമാണ്. കരങ്ങളെ മാറോട് ചേർത്ത് കണ്ണു തുറന്ന് ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി താഴ്ന്ന സ്വരത്തിൽ ഈശോയെ സ്തുതിച്ച് ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.